രാജ്യസ്നേഹം എന്ന് പറയുന്നത് വളരെ ഈ മത തീവ്രവാദം പോലെയാണ് രാജ്യസ്നേഹം. അന്യരെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവനെ ആ ലെവലിലെ രാജ്യസ്നേഹിയാവൂ. ഐ ആം പ്രൗഡ് ബീയിങ് ആൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ മറ്റുള്ളവനെ വെറുക്കാൻ തുടങ്ങും. നാട്ടിനകത്തെ അധികാരമുള്ളവർ സാധാരണക്കാരെ സാധാരണ പട്ടാളക്കാരാക്കും. അവരെ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലും. പാകിസ്ഥാനിൽ മിന്നൽ യുദ്ധം ചെയ്ത് വിജയിച്ചു എന്നൊക്കെ പറയുന്നത് പ്രാകൃതമായ രോഗമാണ്. അവർ ചെയ്യുന്ന ആ ദ്രോഹപ്രവൃത്തി നമ്മൾ ആവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തിട്ടിരിക്കുന്നത്. ഈ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കും. നമ്മുടെ ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞ പണ്ട് കാലത്ത് പറയുന്ന വരിയാടൂ. രാജാക്കന്മാർക്ക് ആ ശത്രുക്കളുള്ളത്. ഓരോ പട്ടാളക്കാരനും ജോലിക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. കൂലി കൊടുക്കാതിരിക്കുക. എത്ര പേര് രാജ്യസ്നേഹം കാണിക്കും? ഈ മേജർ രവി സഹിതം. അതുകൊണ്ട് ദേശീയതയല്ല നമുക്ക് വേണ്ടത്, പട്ടാളമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് പാലം പണിയുന്നതാണ് ചൈനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലായിടവും റോഡ് ഉണ്ടാക്കുകയും പാലം ഉണ്ടാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. മൈത്രേയനാണ് ചേരുന്നത്. നമസ്കാരം. എമ്പുരാൻ എന്നൊരു സിനിമ ഇന്ത്യയിൽ തന്നെ വളരെ ചരിത്രപ്രധാനമായിട്ടുള്ളൊരു സംഭവം. കൂടുതൽ ആളുകൾ അറിയാൻ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വായനയിലേക്കൊക്കെ എത്തിയെന്നാണ് ഇപ്പോൾ ആളുകൾ സംസാരിച്ചു തുടങ്ങുന്നത്. എമ്പുരാൻ എന്നുള്ള സിനിമ ഉള്ളത് കൊണ്ട് ആളുകൾ ഇതിനെ മനസ്സിലാക്കി അതിൻ്റെ ഒരു ഇത് ശരി അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെറ്റ്, ഈ രണ്ട് സ്റ്റാൻഡുകൾ എടുത്ത് നിന്നു. അതുകൊണ്ട് എമ്പുരാൻ എന്നുള്ള സിനിമ റിലീസായത് ഈ കാര്യങ്ങളെ, ഗോദ്ര, സബർമതി എക്സ്പ്രസ് ഇഷ്യൂ, അതിനുശേഷം ഉണ്ടായിരുന്ന ഗുജറാത്ത് കലാപങ്ങൾക്കൊക്കെ ഒരു അറിവ് പകരാൻ ഹെൽപ്ഫുള്ളായി. അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നൂറുകണക്കിന് ആൾക്കാർ പല സമയങ്ങളിൽ ഈ വിഷയം സംസാരിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സമയത്ത് ഒരു സ്റ്റേറ്റ് വൈഡായിട്ടോ അല്ലെങ്കിൽ നാഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാനൊക്കെ തന്നെ എത്രയോ എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുള്ളതല്ലേ. അത് അവിടെ ഇവിടെയൊക്കെ മുങ്ങിപ്പോയി കിടക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ സിനിമ എന്ന് പറയുന്നതാണ് മനുഷ്യരുടെ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു മീഡിയം. അപ്പോൾ അതിനകത്ത് അത്തരത്തിലുള്ളൊരു വിഷയമെടുത്ത് അത് മനുഷ്യർക്ക് വീണ്ടും അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഇടയാക്കുക എന്ന് പറയുന്നത് ഞാനതിനൊരു രാഷ്ട്രീയമായ ഇടപെടലായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ രാമായണവും മഹാഭാരതവും സീരിയൽ കാണിച്ച് ആൾക്കാരെ മുഴുവനും അതിൻ്റെ മുന്നിൽ ഇരുത്തിയിരുന്നില്ല. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഹിന്ദുത്വം എന്ന് പറയുന്ന ആ സാധനം മുഴുവനും ഡെവലപ്പ് ചെയ്ത് വന്നത് ആ ഒരു പ്രയോഗം കൊണ്ടാണെന്ന് എല്ലാവർക്കും കാണാവുന്നതാണ്. അതിനുശേഷം സിനിമകളെല്ലാം എടുത്ത് ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടും കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ മനുഷ്യരെ സ്വാധീനിക്കാനും അതുകൊണ്ടാണല്ലോ നമ്മൾ സെൻസർ ബോർഡൊക്കെ ഉണ്ടാക്കുന്നത്. അത് അങ്ങനെ ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണല്ലോ. അപ്പോൾ അത് മറികടന്ന് ഇത്രയധികം ഒരു ഡിസ്കഷൻ ആ വിഷയത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് സിനിമയുടെ ചർച്ചയ്ക്കകത്തല്ല, സിനിമയുടെ രാഷ്ട്രീയമായിട്ടുള്ള അത് ഇടപെടുന്ന സ്പേസിനകത്ത്, സാമൂഹ്യമായി അത് ഇടപെടുന്ന സ്പേസിനകത്ത് വളരെ വലിയ ചർച്ച ഉണ്ടാക്കിയെടുക്കാൻ അതിന് കഴിഞ്ഞു എന്നുള്ളത്. ആ നിലവാരത്തിൽ അത് ഉന്നം വെച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഉന്നം വെച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ അത് നിർവഹിച്ചിട്ടുണ്ട്. ആ പ്രശ്നത്തിനെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു സംശയം വേണ്ട. ഈ ഇപ്പം എമ്പുരാൻ എന്നുള്ള സിനിമ ഈ ഒരു വിഷയം വന്നപ്പോഴാണോ കാണാൻ തീരുമാനിച്ചത്, അതോ കാണുന്ന സിനിമകളുടെ കൂട്ടത്തിൽ എമ്പുരാൻ വന്നു പോയതാണ്? ഇല്ല, ഞാനത് സാധാരണഗതിയിൽ കാണാറില്ല. ഞാനത് എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ഡം വലിപ്പമുള്ളൊരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഞാനത് സാധാരണഗതിയിൽ കാണത്തില്ല. അതിനകത്ത് ഡെപ്പിക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു മൂഡിലല്ല ഞാനൊക്കെ ജീവിക്കുന്നതും ചിന്തിക്കുന്നതൊക്കെ. ഈ സിനിമ കാണണമെന്ന് ആലോചിച്ചത് എൻ്റെ ഒരു അപ്പോളജിയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ. കാരണം എന്നെ അനുചിതമായി ഉപയോഗിച്ച ആൾക്കാർക്ക് അവരോടുള്ള പ്രതിഷേധം എന്നുള്ള നിലവാരത്തിലാണ് ഞാനത് ഞാൻ കാണും. എന്ന് പറഞ്ഞാൽ അത് ആ സിനിമയെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം സിനിമ സംവിധായകരുടേതാണ് എന്ന് പറയുന്ന ഡിസ്കഷനകത്താണ് അത് വന്നത്. അഭിനയിക്കുന്നവരുടേതല്ല സിനിമ എന്നുള്ള എൻ്റെ നിലപാടത്. ഞാൻ അങ്ങനെയാണത് കാണത്തുള്ളൂ. മമ്മൂട്ടിയുടെ സിനിമ കാണുക, മോഹൻലാലിൻ്റെ സിനിമ കാണുക ഞാൻ ചെയ്യത്തില്ല. മമ്മൂട്ടി മോഹൻലാലും ഉള്ള സിനിമയ്ക്കകത്താണ് ഞാൻ കാണാൻ പോകുന്നത്. ഈ ബ്ലെസ്സിയുടെ സിനിമ, ഭരതൻ്റെ സിനിമ അങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെയാണ് നമ്മൾ സിനിമകളെ കാണേണ്ടത്.
സത്യജിത്രേ ഉണ്ടാക്കുന്നത്, അടൂർ ബാലകൃഷ്ണൻ ഉണ്ടാക്കുന്നത്, അരവിന്ദൻ ഉണ്ടാക്കുന്നത്, ജോൺ അബ്രഹാം ഉണ്ടാക്കുന്നത്. അപ്പം അതിനകത്ത് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരിക്കുന്ന, പണ്ടാണെങ്കിൽ സംവിധായകൻ തന്നെയായിരുന്നു സ്ക്രിപ്റ്റ് റൈറ്റർ. അവർ രണ്ടുപേരും കൂടെ ഉണ്ടാക്കുന്ന ഒരു ഫ്രെയിമിനകത്താണ് ഈ ബാക്കിയുള്ളവരെല്ലാവരും വരുന്നത്. അത് പാട്ടുകാരനുമല്ല, അങ്ങനെയാണ്. യേശുദാസിൻ്റെ പാട്ടെന്ന് പറഞ്ഞിട്ടൊരു പാട്ടല്ല, സംവിധായകരുടെ പാട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പെർഫോമർ ആകുക എന്ന് പറയുന്നത് പലരാകാം, പക്ഷേ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാൻ പലരാകാം. അത് അവർ ഒറിജിനലായിട്ട് അത് തോട്ട് ഔട്ട് ചെയ്യുന്നതാണ്, അത് ഡെപ്പിക്റ്റ് ചെയ്യുക. അത് ഇത് സാധാരണഗതിയിൽ പണ്ട് ഇത് രണ്ടുപേരും ഒരാൾ തന്നെയായിരുന്നു. അത് പിൽക്കാലത്താണ് സ്ക്രിപ്റ്റ് വാങ്ങി ചെയ്യുക എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് രണ്ടുപേരുണ്ടാകുന്നുണ്ട്. അപ്പോഴും സംവിധായകനും ഈ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെയാണ് സിനിമ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാവുന്നത്. അപ്പോൾ നമ്മളൊരു കഥ എഴുതി തീരുമ്പോൾ സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്ന ആർട്ടിസ്റ്റുകളിൽ ഈ ആൾ ഇതിന് പറ്റുന്ന ആളാണ് എന്ന് കണ്ടെത്തുന്ന ഒരു സ്ഥലം ഉണ്ടാകാം. അറിയപ്പെടുന്നവരെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ആ ക്യാരക്ടറുമായിട്ട് താതാത്മ്യപ്പെടുത്താൻ പറ്റും. പക്ഷെ അതേ സമയത്ത് പുതിയ ചില സ്ഥലങ്ങളിനകത്ത് അവരല്ല, വേറൊരാൾ വേണം, ഇപ്പോൾ ഉള്ളവരാരുമില്ല, അപ്പോൾ അവർ ഓഡീഷന് പരസ്യം ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അറിയുന്നത്. പക്ഷെ അത് ഏതോ ഒരു സമയത്താണ് ഈ അഭിനയിക്കുന്നവരുടെയും പാടുന്നവരുടെ പാട്ടും അഭിനയിക്കുന്നവരുടെ സിനിമയും ഉണ്ടായിപ്പോയത്. അതല്ല ഈ വിഷയമായിരുന്നു ഞാൻ അന്ന് അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ഞാൻ ഈ പറയുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്, ഈ സിനിമ കാണുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയാളൊരു നല്ല സിനിമ എടുത്തേ ഞാൻ കേട്ടിട്ടില്ല. അത് സത്യമാണ്, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഞാൻ അയാളുടെ സിനിമ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാനുള്ള അറിവുമില്ല. പക്ഷെ കേട്ടിട്ടില്ല. ഞാൻ കേൾക്കുക എന്ന് പറയുന്നത് കാര്യമുണ്ട്. ഒരു സിനിമ ആളുകൾ കണ്ട് പറയുകയൊക്കെ ചെയ്യുന്നതും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ട്രെയിലർ കാണുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ആൾക്കാർ എഴുതിയിരിക്കുന്ന റിവ്യൂസ്, അതിന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ നമുക്കറിയാം ഈ സിനിമ നമ്മളുടെ ടേസ്റ്റിന് പറ്റാത്തതാണോ അല്ലെങ്കിൽ കണ്ടിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. ആളുകളിപ്പോൾ എന്നെ വെറുതെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ തന്നെത്താൻ പോയി സിനിമ കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ കാണുന്നുണ്ടായിരുന്നു. അത് പലതരത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്തുമൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ സന്യാസിയായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ പോലും അരവിന്ദൻ്റെയും പത്മനാഭൻ്റെയൊക്കെ സിനിമ ഇറങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ കാണുമായിരുന്നു. ആ വേഷത്തിലായിരിക്കും പോവുക തിയേറ്ററിൽ. ഞാൻ വെള്ളയായിരുന്നു കേട്ടോ. അതെ, സന്യാസം എന്ന് പറയുമ്പോൾ ഈ കാവി ധരിച്ചിട്ടില്ല. പക്ഷെ അത് ബ്രഹ്മചാരി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സമയത്തും ഞാൻ ആ സിനിമകൾ കാണുമായിരുന്നു. അത് പത്മനാഭൻ്റെ സിനിമയൊക്കെ പെരുവഴി അമ്പലം ഒക്കെ ആദ്യത്തെ ദിവസം തന്നെ കണ്ടത്. കാരണം അതിൻ്റെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അന്ന് ഭയങ്കരമായിട്ട് മനസ്സിൽ പതിഞ്ഞു പോയ ഒരു കഥാപാത്രമാണ്. അത് കാരണം കൊണ്ട് അത് സിനിമയാക്കുന്നതെന്ന് കാണുന്ന അന്ന് തൊട്ട് ഇങ്ങനെ കണ്ടിരുന്ന. അപ്പം അങ്ങനെ സംവിധായകരുടെ സിനിമകളായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അതിനകത്ത് നല്ല ആക്ടേഴ്സ് ഉണ്ടാകും. എല്ലാ പെർഫോമൻസും അവർ നന്നായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അതൊക്കെ നമുക്കറിയാം. അല്ലാതെ എല്ലാവരും എല്ലാ സിനിമയും അഭിനയിക്കാറൊന്നുമില്ല. വളരെ വെഴ്സറ്റൈലായ കുറച്ച് പേര് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ചില ക്യാരക്ടേഴ്സ് നന്നായിട്ട് ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ടാകും, മറ്റത് കഴിയാതെ പോയിട്ടുണ്ടാകും. അതുകൊണ്ട് അവരുടെ സിനിമ കാണുക എന്ന് പറയുന്നത് യുക്തി ഇല്ല എന്നുള്ളതിൻ്റെ തുടർച്ചയ്ക്കകത്താണ് ഞാൻ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരാൾ ഇത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വരി മാത്രം എടുത്ത് എൻ്റെയും പൃഥ്വിരാജിൻ്റെയും പടം വെച്ച് അതിൻ്റെ ചവിട്ടിൽ അത് വെക്കുമ്പം എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റി. അനുചിതമായി എനിക്ക് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് പൃഥ്വിരാജിനെ ഒരു തവണ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. അല്ലാതെ ഞാൻ അയാൾ എൻ്റെ ഒരു സുഹൃത്തോ അല്ലെന്നുള്ള ഒന്നും അല്ല. അപ്പം പിന്നെ ഞാൻ അയാളെ അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ പറഞ്ഞുകൂടാത്തതാണ്. അപ്പോൾ മറ്റേത് ആ കോണ്ടെക്സ്റ്റിൽ പറയേണ്ടതുമാണ്. ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞത് അസത്യമല്ല, അവർ എഴുതി വെച്ചിരിക്കുന്നത് തെറ്റല്ല, പക്ഷെ അത് അനുചിതമായി ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ ഒന്ന് ഇടപെട്ടോട്ടെ, ഇത്രയും സോഷ്യൽ അവെയർ ആയിട്ട് ഇത്രയും ഇപ്പം ഈ ആടുജീവിതത്തെ പറ്റിയിട്ടൊന്നും അങ്ങനെ കേൾക്കുമോ, മനസ്സിലാക്കുമോ? ആടുജീവിതം ബ്ലെസ്സിയുടെ സിനിമയല്ലേ? അങ്ങനെ ഞാൻ ഈ സംവിധായകൻ എന്നുള്ള നിലവാരത്തിൽ ഞാൻ കേട്ടിട്ടില്ല എന്ന് മാത്രമാണ്. അല്ലാതെ അത് ഞാൻ അയാൾ എടുത്ത സിനിമകളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നീട് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞാണ് വേറെ 2 സിനിമയും കൂടെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ലൂസിഫർ സ്വാഭാവികമായിട്ട് ഞാൻ കാണത്തില്ല. എനിക്ക് അതിൻ്റെ ഈ പരസ്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് കാണാം. ഞാൻ അങ്ങോട്ട് പോകത്തില്ല. ചിലപ്പോൾ അതിനകത്ത് നല്ല വശങ്ങളുണ്ടാകാം. ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഈ എമ്പുരാൻ കാണാതിരുന്നാലും അതിനകത്ത് ഇങ്ങനൊരു കാര്യം ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ടല്ല, അപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ടാവും, അത് സംശയമൊന്നുമില്ല. പക്ഷേ അത് നമ്മുടെ ഒരു ടേസ്റ്റിലുള്ള ലോകമല്ല. ഇപ്പം ഞാൻ രജനീകാന്തിൻ്റെ സിനിമ വരുന്നത് ഞാൻ പോകത്തില്ല. പണ്ടങ്ങാണ്ട് ഒരു സിനിമ കണ്ടിട്ടുള്ളൂ.
ഏതായിരുന്നു സിനിമ? അത് ഞാൻ ആ സിനിമ ഞാനത് പാടുപെട്ട് കണ്ടുപോയതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ഈ സിനിമ ഇങ്ങനെ മുന്നിൽ കാണിക്കുക. അപ്പോൾ കണ്ണടച്ചിരിക്കാമെന്ന് നമ്മൾ കണ്ടുപോകും. അങ്ങനെയാണ് ഞാൻ ആകെ അയാളുടെ സിനിമ കണ്ടിട്ടുള്ളത്. കാരണം ആ മാനറിസംസും സാധനങ്ങളും ഒന്നും നമുക്ക് അങ്ങനെ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. ഒരാൾ 15 പേരെ ഇടിച്ചിടുന്നതൊന്നും ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ കിരീടത്തിനകത്ത് മോഹൻലാൽ വയലൻ്റായിട്ട് പെരുമാറുന്ന സാധനം അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടായിപ്പോയി. കഷ്ടം കൊണ്ട് പെട്ടുപോയ ഒരാൾ റെസിസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾക്ക് മനസ്സിലാകുന്ന വയലൻസ്. അല്ലാതെ ഒരാൾ വയലൻ്റായിട്ട് പെരുമാറുന്നത് ഇപ്പോൾ വിജയ് എന്ന് പറയുന്ന അയാളൊന്നും ഒറ്റ സിനിമ അതൊക്കെ എല്ലാം ഒരു തവണ കാണുമ്പോൾ നമുക്കറിയാം ഇനി മേലെ ഈ പണിക്ക് പോകണം. എം ജി രാമചന്ദ്രൻ്റെ സിനിമ 15 പേരെ അടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നമുക്കങ്ങനെ റിക്ഷാക്കാരന് അന്നൊക്കെ തൊട്ട് നമുക്കറിയാം ഏത് സിനിമകൾ കാണണം ഏത് സിനിമ കാണരുത് എന്നുള്ളത്. അതിൻ്റെ പരസ്യവും സാധനങ്ങളും കൊണ്ടും ഈ ആളുകൾ അവരുടെ സാമൂഹികമായ ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ സിനിമകൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ക്യാപിറ്റലൈസ് ചെയ്യുന്നതിന് അവരെല്ലാവരും മുഖ്യമന്ത്രിമാരായി മാറുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. അറിയപ്പെടുക എന്ന് പറയുന്നതിന് ഏറ്റവും എളുപ്പമാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അവരുടെ പോസ്റ്റർ കേരളം മുഴുവനോ അല്ലെന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്താണോ ആ രാജ്യം മുഴുവൻ വയ്ക്കുന്നുണ്ട്. മറ്റേത് ഒരു ഇലക്ഷന് നിൽക്കുന്ന ആൾ എത്ര രൂപ ചെലവഴിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഇത്രയേ ഉള്ളതിൻ്റെ സിമ്പിളായ കാരണം മാത്രമാണ്. അറിയപ്പെടുക എന്ന് പറയുന്നതിൻ്റെ മൂല്യം ഉപയോഗിച്ച് സിനിമ വിജയിപ്പിക്കാനാണ് പിന്നെ നോക്കുന്നത്. അതാണ് ഈ താരങ്ങളുടെ ലോകം. അപ്പം താരങ്ങളുടെ സിനിമ ഞാൻ കാണുന്നില്ല. അഭിനയിക്കുന്നുണ്ട്. ഇപ്പം മുന്നറിയിപ്പ് കാണുക അത് വേണോ എടുക്കുന്നതുകൊണ്ടാണ് നമ്മളത് കാണുന്നത്. അതിനകത്ത് മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ടല്ലോ. മമ്മൂട്ടി ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് നന്നായി ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ മോഹൻലാൽ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെ നമുക്ക് ഉണ്ട്. പക്ഷേ അഷ്വർ ചെയ്യപ്പെടുന്നത് ഈ സംവിധായകരുടെ സിനിമകളിലൂടെ. ലിജോയുടെ സിനിമ ഞാൻ കാണും നൻപകല്. അത് കണ്ട് അത് കഴിഞ്ഞിട്ട് മോഹൻലാലിനെ വെച്ചിട്ട് അയാൾ ചെയ്തിട്ടില്ലേ മലയക്കോട്ട. അപ്പോൾ ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ലിജോയുടെ സിനിമയാണ് ഞാൻ കാണുന്നത്. ഇത് മാത്രമാണ് ഞാൻ അന്ന് പറഞ്ഞതും ഇങ്ങനെയാണ്, ഈ അർത്ഥത്തിൽ തന്നെയാണ് അത് പറഞ്ഞത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ഇങ്ങനൊരു വരി ഞാൻ അങ്ങനെ ഷോക്കായിപ്പോയി. അപ്പം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ വരുന്ന സിനിമ അതിനെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരോ ആണ് അത് ചെയ്തത്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു എൻ്റെ മുഖതാവിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു പൃഥ്വിരാജിനോട് പറയണമെന്ന് തോന്നിയോണ്ട് പറഞ്ഞതാണ്. അത്രയാണ് സംഭവിച്ചത്. ഓക്കെ, ഒരു അറിയിക്കലായിരുന്നു ഒരു കണക്കിന്. അതെ, അത് പക്ഷെ മാപ്പപേക്ഷയായിട്ട് കുറെ പേര് അങ്ങനെ തന്നെ മാപ്പപേക്ഷ തന്നെയാണ്. കാരണം അനുചിതമായി എന്നെ ഉപയോഗിച്ചതിന് ഞാൻ മാപ്പ് ഞാൻ അയാളോട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നെ ഉപയോഗിച്ചവർക്ക് വേണ്ടിയാണ് ഞാൻ ആ മാപ്പ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അത് പറഞ്ഞത് അവരുടെ ചെയ്തിക്കെതിരായിട്ടാണ് പറഞ്ഞത്. അയാൾ നല്ല സിനിമ എടുത്തിട്ടില്ലെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണെന്ന് ഞാൻ ഹോൾഡ് ചെയ്യുന്നതാണ്. അവർ പക്ഷെ അത് നമ്മളൊരു കല്ല് ആയി മാറുന്ന പോലെയാണ്, ഒരാളെ എറിയാനുള്ള കല്ലായി മാറുന്നത്. അതുകൊണ്ടാണ് അത് നമ്മൾ വെറും കല്ലല്ലോ, നമ്മളൊരു കോൺഷ്യസ് മനുഷ്യനല്ലേ. നമ്മുടെ അഭിപ്രായം വേറൊരാൾക്ക് ഉപദ്രവമാവാൻ പാടില്ല. അത് അങ്ങനെയാണത്, അത് ഉദ്ദേശിച്ചിട്ടില്ല. അത്രയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു അഭിമുഖം എടുത്ത സമയത്ത് മല്ലിക സുകുമാരനും വിജയക്കാരും കോട്ട് ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോൾ സാറിനെ പോലത്തെ ഒരാളങ്ങനെ പറയേണ്ടതുണ്ടായിരുന്നില്ല എന്നാണ്. അത് അവരുടെ വലിപ്പമുള്ള മനസ്സ് എന്നേ ഞാൻ അതിനെ കാണുള്ളൂ. ഞാനങ്ങനെ പറയേണ്ടി ഞാനത് പറഞ്ഞത് ഈ കോണ്ടക്സ്റ്റിലാണ്, അത് വ്യക്തിഗതമായിട്ടല്ല. നമ്മളിപ്പോൾ അങ്ങനെ എത്രയോ ഇപ്പോൾ എനിക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ നാണം വരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ വ്യക്തിഗതമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഈ കാര്യം ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. ഇപ്പോൾ കലാപം നടന്ന സ്ഥലത്ത് നിന്ന് ആൾക്കാർ പറയത്തില്ലേ, അത് വ്യക്തിഗതമായിട്ടല്ല, നമ്മളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നില്ലേ. നമ്മൾ ഈ രാജ്യത്തെ പൗരനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. ആ കാര്യമാണ് പറയുന്നത്. അതുപോലെയാണ് അത് പറയുന്നത്. കാരണം ഇത് അനുചിതമായി ഉപയോഗിക്കപ്പെട്ടു പോയത് കൊണ്ടുള്ള ലജ്ജയും അതുകൊണ്ടുണ്ടാകുന്ന വിഷമവും അതിനു വേണ്ടിയുള്ള മാപ്പാണ് ഞാൻ പറയുന്നത്. അത് സംശയമൊന്നും വേണ്ട, അത് ഇനിയും പറയും. ഈ ഇപ്പോൾ സിനിമയുടെ ആദ്യ ഭാഗത്ത് ഗോദ്ര സംഭവത്തെ ഒരു ഗ്രാഫിക്സിലൂടെ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ടൈറ്റിൽ സോങ്ങിൽ, എമ്പുരാൻ്റെ തുടക്കത്തിൽ. അതിനുശേഷം ഗുജറാത്ത് കലാപങ്ങളെ സീനായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഉയരുന്നൊരു ചോദ്യം എന്താ വെച്ചാൽ, എന്താ ഒരു സ്ഥലത്ത് മാത്രം അത് ഗ്രാഫിക്സിൽ ഡെപ്പിക്റ്റ് ആവുകയും മറ്റേ സ്ഥലത്ത് സീൻസ് ആയിട്ട് തന്നെ കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെ ഒരു ബാലൻസിങ് ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. കാരണം പല ആളുകൾക്കും ഇത് സബർമതി സംഭവമാണെന്ന് മനസ്സിലാക്കാൻ
കുറെ ജനറൽ ആയിട്ടുള്ള ഓഡിയൻസിന് സാധിച്ചിട്ടില്ല. അപ്പോൾ രണ്ട് സ്ഥലത്തും സീൻസ് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തെ എങ്ങനെയാ ഒരു ഉത്തരം അത് കൊടുക്കുക? എനിക്കറിയില്ല. അത് ഇയാൾ ചോദിക്കേണ്ട ചോദ്യം പൃഥ്വിരാജിനോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. അത് നമ്മളെങ്ങനെയാണ് പറയുന്നത്? ഞാനതിനകത്ത് ആകെ കാണുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിഷയത്തിൽ നിന്ന് ആരംഭിച്ചു എന്നുള്ളത് വലുതാണ്. ഇന്നത്തെ ഇന്ത്യയിലെ ക്ലൈമറ്റിനകത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വളരെ പാടാണ്. ഗട്ട്സ് വേണം. കാര്യം അവർ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഉണ്ടാക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇപ്പം ഞാനിരുന്ന് സംസാരിക്കുന്ന പോലെയല്ല. ഞാൻ മരിച്ചു പോട്ടെ എന്ന് തീരുമാനിച്ചിട്ട് സംസാരിക്കാൻ പറ്റും, ചിലവില്ല. മറ്റേതങ്ങനെയല്ലല്ലോ. വലിയ കടമൊക്കെ മേടിച്ചു ഒക്കെ മറ്റുള്ള ആൾക്കാരെ സഹകരിപ്പിച്ചിട്ടും വേണമല്ലോ സിനിമ. അതും പ്രത്യേകിച്ച് ഇത്രയും വലിയ പണച്ചെലവ് ചെയ്തൊരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റിസ്ക് ഉണ്ട്. ആ റിസ്ക് മറന്നിട്ട് ചെയ്തിട്ടുണ്ട് അവർ. അതുകൊണ്ട് അത് ചെറിയതായിട്ട് അല്പം പോലും ചെറുതായിട്ട് കാണുന്നില്ല. അതിന് വേണ്ടും വണ്ണം ചെയ്തില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത്. ശരിയുമായിരിക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ അത് ഞാൻ ഉത്തരം പറയേണ്ട ഒരു പോയിൻ്റാണെന്ന് തോന്നുന്നില്ല. ഇപ്പം ഈ സബർമതി എക്സ്പ്രസ് കത്തിച്ചൊരു സംഭവത്തിന് ഈ തീയിട്ടു എന്നുള്ളൊരു ഫൈൻഡിങ്ങിലേക്ക് രണ്ടാമത്തെ അവരുടെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അത് അങ്ങനെ തീയാണ്, പെട്രോൾ ഒഴിച്ച് തീയിട്ടൊന്നും ആദ്യത്തെ നാനാവധിക്ക് മുമ്പുണ്ടായിരുന്ന കമ്മീഷൻ അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ മണ്ണെണ്ണ സ്റ്റൗ പൊട്ടിത്തെറിച്ചതെന്നാണ് പറയുന്നത്. ഒരു ശാസ്ത്രീയമായിട്ട് ഇതിനെ പരിശോധിക്കുകയാണെങ്കിൽ മൈത്രേൻ്റെ ഫൈൻഡിങ്സിൽ ഇതിൽ ഏത് ഭാഗമാണ്? അല്ല, നമ്മളെല്ലാം പോയതാണ്. പറഞ്ഞാൽ നമ്മൾക്ക് നേരിട്ട് ചോദിക്കുകയും പറയാൻ കഴിയാതിരിക്കുന്ന ഭാഷാപരമായ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനതെല്ലാം ചെയ്തത്. പ്രത്യേകിച്ച് അവിടെ പോയിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും പോകാത്ത ആരും കാണത്തില്ല. ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നവരെല്ലാവരും പോകുന്നൊരു സ്ഥലമല്ലേ. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനത് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് കൃഷ്ണയ്യരുടെയൊക്കെ റിപ്പോർട്ടാണ്. അവരുമായിട്ടായിരുന്നു എനിക്ക് ബന്ധമുണ്ടായിരുന്നത്. അപ്പം അവരവിടെ പോയി അത് മുഴുവനും ചെയ്തതല്ലേ. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ കൂട്ടുകാരിയായിരുന്ന ഒരു ഗുജറാത്തിലുള്ളവർ തന്നെയായിരുന്നു. അപ്പോഴെല്ലാം ഞാനിത് അന്വേഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിഗ്നേഷ് മേവാനിയെ കാണാൻ പോയിട്ട് ഞാനൊരു 2 ആഴ്ചയുടെ അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇലക്ഷന് വേണ്ടി. ആ സമയത്ത് ഈ വിഷയങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാനിത് പല സമയങ്ങളിൽ പോയിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം നമ്മളിത് ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്നത് തീ കത്തി എന്നുള്ളത് സംശയമൊന്നുമില്ല. അത് മുഴുവനും തീ കത്തിയതാണ്, കത്തിച്ചാൽ. ആളുകൾ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഗോദ്രയിലാണ് സംഘർഷം ഉണ്ടായത്. അത് ഉണ്ടായതെന്ന് പറയുന്നത് ചായ കുടിക്കുന്നവരും തമ്മിൽ അതിനകത്തുള്ളവരും തമ്മിൽ ഉണ്ടായ, കാരണം അവർ ഈ ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാതിരിക്കും, അതുപോലുള്ള എന്തോ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധാരണ വഴക്ക് മാത്രമല്ലാതെ വേറെ ഒന്നും സംഭവിച്ചതായിട്ട് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ ഫോറൻസിക് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്ന് വായിച്ച് ഷോക്ക് അടിച്ചതാണ്. ആദ്യത്തെ പ്രചാരണം നമ്മൾ കേൾക്കുന്നത് ഇവർ കത്തിച്ചതായിട്ടാണല്ലോ. പക്ഷെ പിന്നീടുള്ള അന്വേഷണത്തിനകത്ത് മുഴുവനും നമുക്ക് കിട്ടിയിരിക്കുന്നത് തീ താനേ കത്തിയതാണ്. പക്ഷെ ആ കത്തിയതാണെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് ഈ ആളുകൾ കത്തിച്ചതാണെന്ന് ഒരിക്കൽ അങ്ങ് പരത്തി പ്രചരിപ്പിച്ച് കളയുക എന്നുള്ളതാണ് നടന്നതെന്ന് കാണാം. പിന്നെ നമ്മൾ എല്ലാ നിയമങ്ങളും അവിടുത്തെ പോലീസ് കംപ്ലീറ്റ് മറുവശത്ത് നിന്നിട്ടാണ് ചെയ്യുന്നതെന്ന്. പോലീസിനകത്ത് എതിർത്തിരുന്ന 2 പേരെയും അവർ പുറത്താക്കുകയും ചെയ്ത് അല്ലാത്തവരെ കൊണ്ട് അത് ചെയ്യിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷനും കേസും കാര്യങ്ങളും എത്ര പേരെ വെറുതെ വിട്ട് കുറേ പേരെ ശിക്ഷിച്ച് അവിടുത്തെ കോടതികളിനകത്ത് ഒരു കേസ് നടത്തരുത്, ഗുജറാത്തിൽ നിന്ന് പുറത്തായിരുന്നു കേസുകൾ നടത്തിയിരുന്നത്. ഇതെല്ലാം നടന്നതല്ലേ. അപ്പോൾ അത്രയധികം കോടതി, പോലീസ്, അഡ്മിനിസ്ട്രേഷൻ, ഇത് 3ഉം കൂടെ ഒന്നിച്ച് ഉണ്ടാക്കിയ കഥയാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി. ആകെ നമ്മുടെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് അന്ന് ടീസ്റ്റേ ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞാൽ അതിനകത്ത് ഗുജറാത്തിൽ ഈ ഇഷ്യൂ നമുക്ക് ഒരു കോടതിയിലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കേസുകളെല്ലാം ഗുജറാത്തിന് പുറത്തല്ലേ നടത്തിയത്. ഇതൊന്നും ഇന്നത്തെ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. കാരണം അത്രയും സ്വാധീനിച്ചിട്ടുണ്ട് അവർ. പോലീസിനകത്തുണ്ടായിരുന്ന എതിർത്ത ശബ്ദങ്ങളെ നിശബ്ദമാക്കുക, കോടതിക്കകത്ത് ഇരിക്കുന്ന ജഡ്ജിമാരെ മുഴുവൻ സ്ഥലം മാറ്റിയിട്ട് വേറെ ജഡ്ജിമാരെ പ്ലേസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് മുഴുവനും അവർക്ക് അനുകൂലമായിട്ട് ചെയ്യുക. ഇത്രയും ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഒരു തരത്തിലും നിയമപരമായി നേരിടാൻ പറ്റാതാക്കി കളഞ്ഞത്. ഇതെല്ലാം ചെയ്തതാണ്. ജസ്റ്റിസ് ലോയ ചത്തുപോയില്ലേ, ഇതെല്ലാം നമ്മൾ അറിയേണ്ടതല്ലേ. ഒരു ജഡ്ജിയൊക്കെയാണ് കൊല്ലപ്പെട്ടു പോകുന്നത്. കൊല്ലപ്പെട്ടതാണെന്ന് പോലും വരാതെ അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അത്ര പാടുപെട്ടു പോയായിരുന്നു. ഈ 2 പേര്, അമിത്ഷായും
മോദിയും രണ്ടുപേരും എൻ്റെ നിലപാടിനകത്ത് ഇമ്പീച്ച് ചെയ്യപ്പെടേണ്ടവരാണ്. ഈ കാരണങ്ങൾ മുഴുവൻ, അത് ഒന്നും രണ്ടും ഒന്നല്ല, അത് കഴിഞ്ഞിട്ടുണ്ടായ എൻകൗണ്ടർ കൊലപാതകങ്ങളുണ്ട്, അത് മുഴുവൻ അവർ ചെയ്തതാണ്. ഇതെല്ലാം ഉള്ള ഒരു കാര്യമാണ്. അതെല്ലാം മറഞ്ഞു പോയിട്ട് അത് നിശബ്ദമായി പോയി മാത്രമല്ല, വിശ്വഗുരുവായി മാറി നാട് മുഴുവനും പോയിട്ട് ഇൻ്റർനാഷണൽ ആളായിട്ട് ഇതേ ആൾ നമ്മൾ പണിയെടുത്ത് ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്യാൻ ആക്കിയ ഒരാളായിരുന്നു, വിസ ഇല്ലാതാക്കിയ ആളായിരുന്നു. അതൊക്കെ നമ്മൾ ഒരു വിജയമായിട്ടൊക്കെ ഫീൽ ചെയ്തായിരുന്നു. അത് മുഴുവൻ പോയില്ലേ. രണ്ട് ഇലക്ഷന് ജയിക്കാൻ തുടങ്ങിയതോടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതായി. ഒന്നറിയാൻ വേണ്ടി ചോദിക്കുക, ഈ വിസ ഇല്ലാതാക്കിയതിൽ മൈത്രേന്റെ പങ്ക് നമ്മൾ ഇത് എഴുതുകയും പറയുകയും ചെയ്യുന്നതാണ്. അതിന് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? അത് നമുക്ക് അങ്ങനെ നമുക്ക് അറിയാനൊക്കത്തില്ല. ഞാനൊരു കത്തയച്ച് കറക്റ്റായിട്ട് ഇത് നമ്മളെല്ലാം ആയിരക്കണക്കിന് പേരെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ വർക്കുകൾ നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ട്. എത്രയോ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു വലിയ പ്രശ്നമായി പോയില്ലേ. നമ്മുടെ എല്ലാം ജീവിതത്തിനകത്ത് യാതൊരു യുക്തി ഇല്ലാതാക്കി കളഞ്ഞിട്ടുള്ളത്. എന്ന് നമ്മൾ ഈ ഇന്ത്യ വേറൊരു തരത്തിൽ മാറണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുഴുവൻ കടക്ക് കത്തി വെച്ച പോലുള്ള സ്ഥലമല്ലേ ഉണ്ടായിപ്പോയത്. സെക്കുലർ എന്നുള്ള വാക്ക് സിക്കുലർ എന്നാക്കി അദ്വാനി മാറ്റുകയൊക്കെ ചെയ്തില്ലേ. എന്തൊരു അപമാനകരമായ ഒരു നിലപാടായിരുന്നു അതൊക്കെ. സിക്കുലർ എന്നായിരുന്നു പറയുന്നത്. അപ്പോൾ നമുക്ക് അവസാനം നമ്മൾ സെക്കുലർ ആണെന്ന് പറയാൻ പറ്റാതാക്കി കളഞ്ഞ, ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റാതാക്കി. ഇതെല്ലാം ചെയ്തിട്ടുള്ള എത്ര വർഷത്തെയാണ് സ്ട്രഗിള്, അതെല്ലാം ചെയ്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ആദ്യം വാജ്പേയി അയാൾ ആർഎസ്എസ്കാരനാണെന്ന് ഓർക്കണം. അപ്പം അയാൾ കവിത എഴുതുന്ന കാരണം കൊണ്ട് RSS അല്ലാതാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ പറയുന്ന സ്ഥലങ്ങൾ എനിക്ക് അങ്ങനെ അറിയാം. പക്ഷേ വാജ്പേയി പോലും ഇതിനകത്ത് ഈ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടണം എന്നുള്ള നിലപാടെടുക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. അതെ. അപ്പം നമ്മളെല്ലാം വലിയ പ്രതീക്ഷയോടെ ഇരുന്നത് അന്നത്തെ APJ അബ്ദുൽ കലാമായിരുന്നു. പക്ഷേ BJPയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് അയാൾ. അതെ, അങ്ങനത്തെ പ്രസിഡൻ്റാണ്. അയാൾ അവിടെ അന്വേഷിക്കാൻ പോകുമ്പം എന്തെങ്കിലും ഒരു നടപടി എടുക്കുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞ ഈ അഭയാർത്ഥികളെയൊക്കെ ഗവൺമെൻറ് നന്നായി നോക്കുന്നു ഉള്ള ഒരു സർട്ടിഫിക്കറ്റാണ് കൊടുത്തത്. ഷോക്കായി പോയാൽ നമ്മളൊക്കെ ഡെസ്പറേറ്റ് ആയി പോയ സമയമാണ്. ഈ കലാപം നടന്ന 40 ദിവസത്തിന് ശേഷം വാജ്പേയി ഇങ്ങനെ ഈ ഭരണ സംവിധാനത്തിനും പോലീസിനും തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നൊരു ഓപ്പൺ ആയിട്ടൊരു കുറിപ്പ് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അല്ല, അത് അങ്ങനത്തെ ഒരു വശം അതിനകത്ത് ഇതുപോലുള്ള ആൾക്കാരുണ്ട്, ഇതിനെ എതിർത്തവരുണ്ട്. അവരെല്ലാവരും അടുത്ത തവണ മോദി നാഷണലായിട്ട് ജയിച്ചു വരുന്ന സമയത്ത് അവർ മുഴുവൻ പേരും സൈഡ് ട്രാക്ക് ചെയ്യപ്പെട്ടു പോയില്ലേ. BJP തന്നെ ഉള്ള മുഴുവൻ, ജോഷി അയാൾ എവിടെ പോയെന്ന് പോലും ആർക്കും അറിഞ്ഞില്ല. അദ്വാനി അയാൾ എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞില്ല. അയാൾ എണ്ണീറ്റ് നിന്ന് അയാൾ എണ്ണീറ്റ് നിൽക്കുമ്പോൾ ഇയാൾ ഉണ്ടെന്ന് പോലും കാണിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു അന്നത്തെ കണക്കനുസരിച്ചാണെങ്കിൽ സുഷമ സ്വരാജാണ് പ്രൈം മിനിസ്റ്റർ ആകേണ്ടത്. അവരവിടെ പോയി അവരവസാനം ഇയാളുടെ കൊഴലൂത്തുകാരിയായിട്ട് മാറാൻ ബാധ്യത വന്നിട്ട് ജെയ്റ്റ്ലി. ഇനിയും മോദിക്കെതിരായിട്ട് വരാൻ പറ്റുന്ന ഒരു പ്രധാന ആളായിരുന്നു മഹാജൻ, അയാൾ കൊല്ലപ്പെട്ടു പോയി. നമ്മളിതൊക്കെ അങ്ങോട്ട് ലോകം അങ്ങോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അയാളുടെ ചേട്ടനാണ് അയാളെ വെടിവെച്ച് കൊല്ലുന്നത്, ഈ മഹാജനെ. ശരിക്കും മോദിക്കെതിരായിട്ട് BJPയിൽ തന്നെ വരാൻ പറ്റുന്ന ആൾക്കാർ ഒരൊറ്റൊരാൾ പോലും പിന്നെ ആ ചിത്രത്തിലില്ലാതായി. ആ സെക്ഷൻ മുഴുവൻ പോയി. ഇതൊക്കെ നമ്മൾ കാണേണ്ടതല്ലേ. അതൊരു ബുൾഡോസ് ചെയ്ത് വന്ന ഒരു ഈ രണ്ട് പേര് വേറെ ഒരാളെ നമുക്കുണ്ടായിരുന്ന ജനാധിപത്യപരമായിട്ടുള്ള എന്തെങ്കിലും സെംബ്ലൻസ് ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ കുറവാണ്, പക്ഷെ ഉള്ളതുപോലും ഇല്ലാതായി. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആരും പിന്നെ സംസാരിക്കുന്നതും പറയാനും തയ്യാറായിട്ടില്ല. നിശബ്ദമാക്കപ്പെട്ടു പോയ ഒരു 15 വർഷം അങ്ങ് കടന്നുപോയി. നിശബ്ദമാക്കപ്പെട്ടു. രണ്ടാമത് ഗുജറാത്തിൽ അദ്ദേഹം ജയിക്കുമ്പം നമ്മൾ ഇതേപോലെ പ്രശ്നം അനുഭവിച്ചു. ഗുജറാത്ത് പോയെന്ന് നമുക്ക് മനസ്സിലായി. ഗുജറാത്തിന് പുറത്തോട്ട് നമ്മൾ വരരുതെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മളെല്ലാം പ്രവർത്തിച്ചിരുന്നത്. അതെല്ലാം പോയി. ഞാൻ പറഞ്ഞാൽ യാതൊരു മീനിങ്ങും, രാഷ്ട്രീയമായ മീനിങ്ങും ഇല്ലാതായി പോയ സ്ഥലങ്ങളായിരുന്നു അതെല്ലാം. ഇതെല്ലാം വീണ്ടും രണ്ടാമത് ഡിസ്കസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് എമ്പുരാൻ സിനിമയുടെ. അതെനിക്ക് സംശയമൊന്നുമില്ല. ഈ
കാശ്മീർ ഫയൽസിനും കേരള സ്റ്റോറിക്കും ഒരു മറുപടിയാണത്. ഈ ഇവിടെ അല്ല പ്രശ്നം കിടക്കുന്നത് എന്നുള്ളത്. പ്രശ്നം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് വടക്കേ ഇന്ത്യയിലെ ഗുജറാത്തിലാണ് എന്ന് നമ്മൾ കാണുന്ന ആ സാധനം അവർക്ക് അത് ചെയ്തെടുക്കാനും പറയാനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിജയം. സിനിമയ്ക്ക് നല്ല സിനിമ ചീത്ത സിനിമ എന്നുള്ള ചർച്ചയ്ക്കകത്തൊന്നും ഞാനിപ്പോൾ ഇല്ല. ആ സിനിമ കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിനെ അത് ഒന്നുകൂടൊന്ന് രണ്ടാമത് റീതിങ്ക് ചെയ്യാനായിട്ട് ബാധ്യത വരുത്തിയിട്ടുണ്ട്. ഈ ഇപ്പോൾ അതിനുശേഷം ഇത് വോളണ്ടറിലി സെൻസർ ചെയ്യപ്പെട്ടു ഈ സിനിമ. ഏകദേശം ഒരു 2 മിനിറ്റ് 28 സെക്കൻഡോളം കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. പേരുകൾ, അതായത് ബാബ ബജ്രംഗി എന്നുള്ള പേര് മാറ്റി ബൽദേവ് എന്നുള്ള പേരിലേക്ക് മാറ്റേണ്ടി വന്നു. ഇതൊക്കെ അതായത് ഇവർ സ്വയം അങ്ങോട്ട് സെൻസർ ചെയ്യാൻ പോയെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വളരെ സ്വയം സെൻസർ ചെയ്യാൻ ബാധ്യത വരുന്നത് വീട്ടിൽ നിന്ന് വിളിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ ചെയ്തു പോകത്തില്ലേ? അതൊന്നും എനിക്ക് അതിനകത്തൊന്നും അവർ പറഞ്ഞില്ലെങ്കിൽ തന്നെ ഇവരത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ 2 തിയേറ്റർ കത്തിച്ചു പോയെന്ന് വിചാരിച്ചത് എന്താ സംഭവിക്കുന്നത്? ആ സിനിമ തന്നെ ഓടത്തില്ല. അത്രയും നമ്മൾ അറിയണം. ആ വയലൻസ് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പേ അവരെടുത്ത തീരുമാനമായിരിക്കാം. അതിനൊന്നും എനിക്ക് ഒരു സംശയമില്ല. അത് ഇൻ്റലിജൻ്റ് ആയിട്ടാണ് ചെയ്തതെന്നാണ് ഞാൻ കാണുന്നത്. എഡിറ്റ് ചെയ്തത് ഏറ്റവും കൂടുതൽ ക്ലിപ്പായിട്ട് ആൾക്കാർ കാണുകയും ചെയ്യും. അത്രയും സംഭവിക്കത്തുള്ളൂ. പക്ഷേ തിയേറ്റർ കത്തിക്കുന്നിടത്ത് എത്തിച്ചേരാതിരിക്കാനാണ് ബിൽഡപ്പ് ചെയ്താൽ അത് ഉണ്ടായിപ്പോവും. അതെ, ശരി. ഒരിക്കലും ഒരു തിയേറ്റർ കത്തിച്ചാൽ എല്ലാ തിയേറ്ററും ഒരു കല്ലുകയറ ഒരു കൂവലുണ്ടായാൽ മതി, ഇത് അടഞ്ഞു പോകും, കാണത്തേയില്ല. അതിനൊക്കെ ഈ 2.5 മിനിറ്റ് അല്ല 5 മിനിറ്റും കട്ട് ചെയ്യാതാണ്. നമ്മൾ ഈ ആളുകൾ ഈ നട്ടല്ലിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനവൻ്റെ വീട്ടിനകത്തിരുന്നുള്ള നട്ടല്ലുകളെ ഉള്ളതെന്ന് എനിക്കറിയാം. ആ സിനിമ എടുത്തതിനേക്കാളും വലിയൊരു നട്ടല്ലൊന്നും ലോകത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ്. അത് ആ മുരളി ഗോപിക്കായിരിക്കും ഞാൻ അതിനകത്ത് 1ാമത്തെ മാർക്ക് കൊടുക്കുന്നത്. ആ 1ാമത്തെ മാർക്ക് കൊടുത്ത അതിന് ശേഷം അത് ഡെപ്പിക്റ്റ് ചെയ്യാനായിട്ട് അത് ചെയ്യാനും ധൈര്യം കാണിച്ച പൃഥ്വിരാജിനും കൊടുക്കും. അതിൽ കവിഞ്ഞ നട്ടല്ലൊന്നും ലോകത്തിൽ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ജീവിക്കുന്നതിനകത്ത് ഞാൻ കൊടുത്ത് വില കൊടുത്ത് നിൽക്കുന്നത് എല്ലാ ദിവസവും കുറേശ്ശെ കൊടുക്കുന്ന വില പോലെ. ഇതങ്ങനല്ല. ഇത്രയും വലിയൊരു സംരംഭം പലതരത്തിൽ ആളുകളെ ബാധിക്കുന്നതാണ്. മാത്രമല്ല അത് ഉണ്ടാക്കുന്ന ആ ഡിസ്കഷൻ ഞാൻ എൻ്റെ ജീവിതം മുഴുവനും കൂടെ ചെയ്താലും ഉണ്ടാക്കത്തില്ല. അതുകൊണ്ടാണ് അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ചെറുതായിട്ട് കാണുന്നേ ഇല്ല. ഒരു സിനിമ എടുത്ത് ഇപ്പം ഗുജറാത്ത് ഇഷ്യൂ ആണ് ആ സിനിമ എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആ സിനിമ കാണിക്കാനൊക്കെ ഉണ്ടാകത്തില്ല. അങ്ങനെ അല്ലാത്തത് മറ്റൊരു സിനിമയാണ് അവരെടുത്തത്. പക്ഷെ അതിനകത്തൊരു 20 മിനിറ്റ് അവർ ഈ കാര്യത്തിന് ചിലവഴിച്ച് അതിൻ്റെ പശ്ചാത്തലമായിട്ട് അത് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ടാണ് നന്നായി വിജയിച്ചത്. ഗുജറാത്ത് വിഷയമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ചിലപ്പോൾ മുമ്പോട്ട് പോകത്തേയില്ല, അത് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അത്രത്തോളം അവർ വിജയിച്ചതാണത്. അതിനൊന്നും എനിക്കൊരു സംശയമില്ല. എളുപ്പമല്ലത് അങ്ങനത്തെ ഒരു വിടവ് കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പം അവരത് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാനും പോലും അവർക്ക് പറ്റും. കാരണം പശ്ചാത്തലം മാത്രമാണ്. അതിനകത്ത് നമ്മൾ കുറച്ച് വയലൻസ് എഡിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാം ചെയ്ത് ഈ ആളുകൾ തിയേറ്ററുകൾ കത്തിക്കാതെ കയറുന്നവരെ മുഴുവനും ഉപദ്രവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പെട്ടെന്നങ്ങ് മാറാൻ പറ്റും. കലാപം എല്ലായിടവും ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ പേരിൽ. അത് ആ ഗ്യാസ് ഊരിക്കളഞ്ഞതാണ് അവരാ എഡിറ്റ് ചെയ്ത്. അതും ഏറ്റവും നല്ല മൂവായിട്ടേ ഞാൻ കാണുള്ളൂ. ആരും പറയാതെ പറഞ്ഞു ചെയ്തു. സ്വമേധയാ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഓടുന്ന പട്ടിക്ക് ഒരു മഴ മുമ്പേ ഏറ് എന്ന് പറയുന്നതാണ് ആ സംഭവിച്ചത്. അതും നന്നായി ചെയ്തിട്ടുണ്ട്. മുരളി ഗോപി ഒരു വിധത്തിൽ ഇതിനൊരു പ്രതികരണമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതിനൊരു റിയാക്ഷനായിട്ടോ ഒന്നും പോസ്റ്റ് ചെയ്യുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല നാളെ ഇതുവരെ. ഇത്ര കാലമായിട്ട് ഒരു മെയിൻ സ്ട്രീം സിനിമയ്ക്കകത്ത് ഇപ്പം ജാതീയതയെ പറ്റി സംസാരിക്കുന്ന സിനിമകൾ തമിഴിലും ഹിന്ദിയിലൊക്കെ അങ്ങിങ്ങൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടൊരു വർഷം 2022 എന്നുള്ള വർഷം പറഞ്ഞ് ആ സ്ഥലവും കാര്യം അടയാളപ്പെടുത്തിയൊരു എഴുത്ത് സംഭവിച്ചിട്ടില്ല. ശരിക്കും മുരളി ഗോപി ചെയ്തതും സത്യം പറഞ്ഞാൽ ഒരു വലിയ മുന്നേറ്റമായിട്ട് നമുക്ക് കാണാം. കാരണം മുരളിയാണല്ലോ സ്ക്രിപ്റ്റ് എഴുതിയത്. ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റും സംവിധാനം ചെയ്യുന്ന ആൾക്കാരാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നതെന്നുള്ള അറിവ് എനിക്കുണ്ട്. അതിനകത്ത് അഭിനയിക്കുന്ന ഒരാൾ മാത്രമാണ് മോഹൻലാൽ. പക്ഷെ മോഹൻലാൽ
25 എത്ര വർഷമായി, 30 വർഷമോ, 40 വർഷമാവുന്നു. 40 വർഷം 40 വർഷമായിട്ടുള്ള ഒരു ക്യാപിറ്റലുണ്ട്, സോഷ്യൽ ക്യാപിറ്റലുണ്ട്. അത് അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള സംശയമൊന്നും വേണം. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ സിനിമ കാണുന്നത്. അതെല്ലാം അവർ ആ ലെവലിൽ അവരുടെ വിജയം തന്നെയാണ്. പക്ഷെ അത് വിജയിക്കുന്നത് ഇവരാണ്. ഇത് അറിഞ്ഞാ ചെയ്തതെന്നുള്ളത് കൊണ്ടാണല്ലോ മുരളി അത് പറയാതിരിക്കുന്നത്. മുരളിക്ക് അബദ്ധം പറ്റിയതല്ലല്ലോ. ഈ സിനിമ റിലീസായതിൻ്റെ പിറ്റേ ദിവസം മേജർ രവി ഈ സിനിമ കാണുകയും ഈ സിനിമ കണ്ടതിനും പിറ്റേ ദിവസമാണ് അദ്ദേഹം ഒന്ന് റിലീസിന് തന്നെ സിനിമ കാണുകയും മോഹൻലാലിന് വേണ്ടി അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി മാപ്പ് ചോദിക്കുകയും ആ ട്രെയിൻ സബർമതി ട്രെയിൻ കത്തിച്ചതാണെന്ന് തന്നെ ഒരു ലൈവിൽ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മോഹൻലാലിന് വിഷമമായിട്ടുണ്ട്, മോഹൻലാൽ ഈ സിനിമ മൊത്തം കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പോലും BJP സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഒരാൾ വന്ന് പറയുക എന്നുള്ളത് ആ ഒരു ലൈവിനെ പറ്റിയിട്ട് മൈത്രൻ ശ്രദ്ധിച്ചിരുന്നോ? ഞാനത് കണ്ടില്ല, പക്ഷെ ഞാൻ ഈ ക്യാപ്ഷൻ കണ്ടിട്ടുണ്ട്. അയാളുടെ പടവും അയാളിൽ നിന്ന് ഞാൻ മറ്റൊന്നും പ്രതീക്ഷിക്കാനുള്ളത്. അയാൾ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമില്ല, BJP അനുകൂലിയായിട്ട് സംസാരിക്കുന്ന ആളാണെന്ന് നമുക്കറിഞ്ഞു. അതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ കൂടുതലൊന്നും അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ മോഹൻലാലിനെ രക്ഷിച്ചെടുക്കേണ്ട ആവശ്യം അയാൾ സിനിമയ്ക്കകത്ത് സിനിമ ഉണ്ടാക്കുന്ന ആളാണ്, അങ്ങനെയൊക്കെ പറയും. അതൊക്കെ അവർക്ക് ചെയ്യാം. ഞാൻ പറയുന്നത് രണ്ട് രീതിയിലും, പേഴ്സണലായിട്ടും ചെയ്യാം, പൊളിറ്റിക്കലായിട്ടും ചെയ്യാം. പൊളിറ്റിക്കലായിട്ട് ഈ സിനിമ ശരിയല്ലെന്ന് പറയുന്ന സ്ഥലത്ത് പറയാം, മോഹൻലാൽ പെട്ടുപോയതാണെന്ന് പറയാം. അതൊക്കെ പേഴ്സണലായിട്ടും പൊളിറ്റിക്കലായിട്ടും അയാൾ പറയും. അയാളിൽ നിന്ന് അത് മാത്രമേ കാണേണ്ടതുള്ളൂ. ഞാൻ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഒരു അഭിപ്രായം പറഞ്ഞ് അയാൾക്ക് ക്രെഡിറ്റ് കിട്ടും. എന്തായാലും BJPക്കകത്ത് അയാൾക്ക് ഒരു പോയിന്റ് വരുത്തില്ലേ. അതൊക്കെ രാഷ്ട്രീയം അറിയുന്നവരും സാമൂഹികമായിട്ട് സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യുന്ന കാര്യമാണ്. അതിനെ നമ്മൾ വേറൊരു തരത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹം പലപ്പോഴും ഈ വാക്കുകളിൽ രാജ്യസ്നേഹത്തെ ഉയർത്തി തന്നെ രാജ്യസ്നേഹം പറയുന്നതിനെ ഒന്നും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യില്ല. രാജ്യസ്നേഹം എന്ന് പറയുന്നത് വളരെ കപടം, ഈ മത തീവ്രവാദം പോലെയാണ് രാജ്യസ്നേഹവും. അന്യരെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവനെ ആ ലെവലിലെ രാജ്യസ്നേഹിയാവൂ. നമ്മൾ നാഷണലിസം എന്ന് പറയുന്നതും പേട്രിയോട്ടിസം എന്ന് പറയുന്നതും തമ്മിൽ അടിസ്ഥാനപര വ്യത്യാസം. ദേശീയത പറയുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എതിർക്കുകയും കൊല്ലാനും പോകുന്നവനാണ്. മറ്റേതങ്ങനെയല്ല. നമ്മുടെ വീട് ഒരുക്കുന്നത്, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, നമ്മുടെ നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വികാരം മനുഷ്യർക്കുണ്ട്. അതിനെയാണ് നമ്മൾ രാജ്യസ്നേഹം എന്ന് സാധാരണ പറയുന്നത്. മറ്റേത് ദേശീയത എന്നാണ് പറയുന്നത്. തമ്മിൽ വ്യത്യാസമുണ്ട്. ഐ ആം പ്രൗഡ് ബീയിങ് ആൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ മറ്റുള്ളവനെ വെറുക്കാൻ തുടങ്ങും. ഐ ലവ് ബീയിങ് ആൻ ഇന്ത്യൻ എന്ന് പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസം. കാരണം ഞാൻ ഈ പ്രദേശത്ത് ജീവിക്കുകയാണ്, എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അല്ല വീട്ടിൻ്റെ വാതിൽ വലിയ വീടുണ്ടാക്കി വെച്ചിട്ട് ട്രെസ്പാസ് ചെയ്യരുതെന്നോട്ട് എഴുതി വയ്ക്കുന്ന ആൾക്കാരും പട്ടി കടിക്കുമെന്ന് എഴുതി വയ്ക്കുന്ന ആൾക്കാരെയാണ് ദേശീയതയുടെ ആൾക്കാർ. നല്ല വീടുണ്ടാക്കിയാൽ വാതിൽ തുറന്ന് നിങ്ങൾക്ക് കടന്നു വരാം, സ്വാഗതം നമ്മൾ എഴുതി വയ്ക്കത്തില്ലേ? അതാണ് രാജ്യസ്നേഹം. ഈ ഇപ്പം സൈനികൻ നമ്മുടെ രാജ്യത്തെ ഈ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കും. നമ്മുടെ ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞ പണ്ട് കാലത്ത് പറയുന്ന വരിയാടൂ. രാജാക്കന്മാർക്ക് ആ ശത്രുക്കളുള്ളത്. ജനാധിപത്യത്തിനകത്ത് ശത്രുക്കളില്ല, ഇണക്കിയെടുക്കേണ്ടവർ മാത്രമാണ്. നിങ്ങളുണ്ടാക്കുന്ന കുരുമുളക് വാങ്ങേണ്ടവരാണ് അന്യരാജ്യക്കാർ. നമ്മളുണ്ടാക്കുന്ന കാറ് വാങ്ങേണ്ടവരാണ് അന്യര്. അന്യരാജ്യക്കാരായിരിക്കുന്നവർ നമ്മുടെ കമ്പോളമായിട്ട് കാണുന്ന ബുദ്ധിയെങ്കിലും ഇവന്മാർക്ക് വേണം. അല്ലാതെ അന്യരെ വെറുക്കാനും അവരെ കീഴടക്കാനും അവരെ തോൽപ്പിക്കാനും നടക്കുന്ന പഴയകാല ബോധത്തിനെയാണ് ദേശീയതെന്ന് പറയുന്നത്. അതിനെയാണ് പണ്ട് രാജാക്കന്മാരുടെ നീടാത്. അപ്പോൾ ഒരു രാജ്യം വികസിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾക്ക് ഭീഷണിയായി മാറിയിരുന്നത് അങ്ങനെയാണ്. ഇന്നങ്ങനെ അല്ല. നമ്മളൊരു രാജ്യം മാത്രമേ, ലോകം മുഴുവൻ വികസിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് ദേശീയതയല്ല നമുക്ക് വേണ്ടത്, പട്ടാളമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് പാലം പണിയുന്നതാണ് ചൈനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലായിടവും റോഡ് ഉണ്ടാക്കുകയും പാലം ഉണ്ടാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെവിടെങ്കിലും പട്ടാളത്താവളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ചൈനക്കാരെ പറ്റി പറയുമ്പോൾ അവരുടെ രാജ്യത്തിനകത്താണത്. പുറത്തെവിടെയാണ് അവർക്കൊരു
ഈ താവളമുള്ള സംശയിക്കുന്നു എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട്. അവർ ഇങ്ങനെ ആളുകളെ സംശയിക്കുന്നു, ഞങ്ങൾ അവരുണ്ടാക്കുന്നു സംശയിക്കുന്നു. 750 താവളമുണ്ട് അമേരിക്കയ്ക്ക് പുറത്ത്, അവരുടെ രാജ്യത്തിന് പുറത്ത്. അവരാണിത് പറയുന്നത്, ഞങ്ങൾ സംശയിക്കുന്നു. ആയിരക്കണക്കിന് ആറ്റം ബോംബ് ഉണ്ടാക്കി കയ്യിൽ വെച്ചിരിക്കുന്ന അവരായിരിക്കും ഇറാൻകാരൻ ഇത് ഉണ്ടാക്കുന്നു. പണ്ട് WMD ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇറാഖുകാരനെ മണ്ടയിൽ ബോംബ് ചെയ്ത് അതില്ലാതാക്കി കളഞ്ഞില്ലേ ആ രാജ്യം. എന്നിട്ട് വലിയ WMD കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഇല്ല. അപ്പോൾ പിന്നെ അവർ ആ ഇട്ട ബോംബൊക്കെ തിരിച്ചെടുക്കുമോ? ഇങ്ങനത്തെ പറയുന്ന സ്ഥലമാണ് അത്. അതുകൊണ്ടാണ് ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് മതവിശ്വാസം പോലെ പ്രാകൃതമാണ്. ഓരോ പട്ടാളക്കാരനും ജോലിക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. കൂലി കൊടുക്കാതിരിക്കുക. എത്ര പേര് രാജ്യസ്നേഹം കാണിക്കും? ഈ മേജർ രവി സഹിതം തൊഴിലായിട്ട് തന്നെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ വളരെ പട്ടിണിക്കിട്ടാണ് അവർ ചെയ്യുന്നത്. എത്ര പട്ടാളക്കാർ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ആ പറഞ്ഞതിനെ 100 തവണ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. വളരെ എലീറ്റായ ഒരു വിഭാഗം നടത്തുന്നതാണ് ഈ പട്ടാളം മുഴുവൻ. നാട്ടിനകത്തെ അധികാരമുള്ളവർ സാധാരണക്കാരെ സാധാരണ പട്ടാളക്കാരാക്കും. അവരെ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലും. ഒരാവശ്യമില്ല. ഇന്ന് പട്ടാളമല്ല വികസിപ്പിക്കേണ്ടത്, വ്യാപാരവും വ്യവസായവുമാണ് വികസിപ്പിക്കേണ്ടത്. നെഗോഷിയേഷനാണ്. എൻ്റെ കാലത്ത് ഒരു യുദ്ധമുണ്ടായില്ല എന്ന് പറയുന്നതാണ് ഈ ജനാധിപത്യ കാലത്തെ ഏറ്റവും വലിയ കാര്യം. എൻ്റെ കാലത്ത് യുദ്ധം ഉണ്ടായില്ല എന്ന് പറയുന്നതാണ്. അല്ല ഞാൻ യുദ്ധം ചെയ്ത് മറ്റവനെ തോപ്പിച്ചു എന്ന് പറയുന്നവനല്ല. അത് കാരണം കൊണ്ടാണ് പാകിസ്ഥാനിൽ മിന്നൽ യുദ്ധം ചെയ്ത് വിജയിച്ചു എന്നൊക്കെ പറയുന്നത് പ്രാകൃതമായ ലോകമാണ്. യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളും തമ്മിൽ എന്തുകൊണ്ടാണ് ചൈനക്കാരുമായിട്ട് യുദ്ധം ചെയ്യാത്തത്? ഗുസ്തി പിടിച്ചല്ലോ, ഇത് തോക്കില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഗുസ്തി പിടിച്ച് അടിച്ച് ആ തണുപ്പത്ത് വെള്ളത്തിൽ വീണ് ചത്ത് 10-22 പേര് ഇന്ത്യക്കാർ ചത്തിട്ടുണ്ട്. അവിടെ അപ്പുറത്ത് എത്ര പേര് ചത്തെന്ന് നമുക്ക് കണക്കില്ല. 100 കണക്കിന് ചത്തുമെന്ന് നമ്മളിവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഗുസ്തി പിടിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? വേറെ തോക്കില്ലാത്ത രാജ്യമാണ് ഈ രണ്ടെണ്ണോ. യുദ്ധം ചെയ്യാൻ പറ്റാത്തത്രയും വ്യാപാരവും വ്യവസായവും ഉള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. അതുകൊണ്ട് ഇന്ത്യക്കാരും ചൈനക്കാരും തമ്മിൽ യുദ്ധമല്ല ആവശ്യം, നെഗോഷിയേഷനാണ് ആവശ്യം. ഇനി ഒരു യുദ്ധം ലോകത്തുണ്ടായിക്കൂടാ. ഇത് മുഴുവൻ ഇന്ന് ലോകം മുഴുവൻ നടന്ന് യുദ്ധം ചെയ്യുന്ന അമേരിക്കയാണ്. അവർ ചെയ്യുന്ന ആ ദ്രോഹപ്രവൃത്തി നമ്മൾ ആവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു പഴഞ്ചൻ ലോകമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്. ഒരു ജനാധിപത്യവും ഇല്ലാത്തൊരു രാജ്യമാണ്. ലോകം മുഴുവൻ, ഞാൻ ബ്രിട്ടീഷുകാർക്ക് ശേഷം ലോകം മുഴുവനും കീഴടക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്. ആളുകളെ ആംട്വിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പണി. അവരുടെ കഥയ്ക്കകത്താണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇപ്പോഴും ഈ യുദ്ധം തുടരുന്നത്. ഒരു പ്രാകൃത സംസ്കാരമാണ് യുദ്ധം തുടരുക എന്ന് പറയുന്നത്.